അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും എപ്പോഴും ലോകശ്രദ്ധ നേടാറുണ്ട്. യുഎസിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുന്നവരെ കണ്ടെത്താനും അവരെ പുറത്താക്കാനും അവിടെ ശക്തമായ സംവിധാനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു പദ്ധതിയാണ് 287G പ്രോഗ്രാം. ലളിതമായി പറഞ്ഞാൽ യുഎസിലെ കേന്ദ്ര ഇമിഗ്രേഷൻ വകുപ്പായ ICEക്ക്, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് കീഴിലുള്ള ചില പ്രത്യേക അധികാരങ്ങൾ അവിടുത്തെ പ്രാദേശിക സ്റ്റേറ്റ് പോലീസിനും ഓഫീസർമാർക്കും കൈമാറുന്ന പ്രക്രിയയാണിത്. നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്ന കുറ്റവാളികളെ പിടികൂടാൻ പ്രാദേശിക പോലീസിനെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്താണ് യഥാർത്ഥത്തിൽ ഈ 287G പ്രോഗ്രാം? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവുകൾ ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നമുക്ക് ആദ്യം ഇതിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. 1996 അമേരിക്കയിൽ പാസാക്കിയ ഇല്ലീഗൽ ഇമിഗ്രേഷൻ റീഫോം ആൻഡ് ഇമിഗ്രന്റ് റെസ്പോൺസിബിലിറ്റി ആക്ട്, അതായത് IIRIRA വഴിയാണ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റിയിലേക്ക് സെക്ഷൻ 287G കൂട്ടിച്ചേർക്കപ്പെടുന്നത്. കേന്ദ്ര ഏജൻസിയായ ICEയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും പ്രാദേശിക ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ഇമിഗ്രേഷൻ ചുമതലകൾ നിർവഹിക്കാൻ ഈ നിയമം അനുവാദം നൽകുന്നു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കാനും കേന്ദ്ര സംസ്ഥാന സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 287G പദ്ധതി പ്രധാനമായും 3 വ്യത്യസ്ത മാതൃകകളിലാണ് പ്രവർത്തിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജയിൽ എൻഫോഴ്സ്മെന്റ് മോഡലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു രീതി. ഏതെങ്കിലും ഒരു പ്രാദേശിക ജയിലിൽ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്ന ആളാണോ എന്ന് പരിശോധിക്കാൻ ഈ മോഡൽ വഴി സാധിക്കുന്നു. ജയിലിൽ പ്രത്യേക പരിശീലനം ലഭിച്ച പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് ഇവരെ തിരിച്ചറിയാനും ഇമിഗ്രേഷൻ നടപടികൾ ആരംഭിക്കാനും ഇതിലൂടെ അധികാരം ലഭിക്കുന്നു. അടുത്തത് ടാസ്ക് ഫോഴ്സ് മോഡലാണ്. ഈ മാതൃകയിൽ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ സാധാരണ ഡ്യൂട്ടി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ICEയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിരിക്കുമ്പോഴോ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാൻ അധികാരം ലഭിക്കുന്നു. സുരക്ഷാ ഭീഷണിയുള്ളവരെ തെരുവുകളിൽ നിന്നോ മറ്റു പൊതു ഇടങ്ങളിൽ നിന്നോ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. അടുത്തത് വാറന്റ് സർവീസ് ഓഫീസർ മോഡലാണ്. ഈ മോഡൽ അനുസരിച്ച് തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഇമിഗ്രേഷൻ നിയമലംഘകർക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് വാറന്റുകൾ പുറപ്പെടുവിക്കാനും അവ നടപ്പിലാക്കാനും തദ്ദേശീയ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നു. ഈ പ്രോഗ്രാമിൽ സമീപകാലത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2025 ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ 14159 പ്രൊട്ടക്ടിംഗ് ദ അമേരിക്കൻ പീപ്പിൾ എഗൻസ്റ്റ് ഇൻവേർഷൻ എന്ന പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ പ്രോഗ്രാം വഴി പ്രാദേശിക സുരക്ഷാ ഏജൻസികൾക്ക് അധികാരം നൽകാൻ ഈ ഉത്തരവ് ICEക്ക് നിർദ്ദേശം നൽകുന്നു. ജോർജിയ, ഫ്ലോറിഡ തുടങ്ങിയ പല അമേരിക്കൻ സംസ്ഥാനങ്ങളും തങ്ങളുടെ പ്രാദേശിക പോലീസ് ഏജൻസികൾ നിർബന്ധമായും ICEയുമായി കരാറിൽ ഏർപ്പെടണം എന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയോ ആലോചിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. എങ്ങനെയാണ് ഒരു ഏജൻസി ഇതിൽ പങ്കാളിയാകുന്നത്? നമുക്ക് നോക്കാം. താല്പര്യമുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ICEയുമായി ഒരു മെമ്മറാണ്ടം ഓഫ് എഗ്രിമെന്റ് ഒപ്പുവെക്കണം. ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർക്ക് US സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. അവരുടെ പശ്ചാത്തലം കർശനമായി പരിശോധിക്കും. കൂടാതെ ICE സ്വന്തം ചെലവിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകും. നിലവിലെ കണക്കുകൾ പ്രകാരം, അതായത് 2026 ജൂലൈ വരെ അമേരിക്കയിലെ 39 സംസ്ഥാനങ്ങളിലും 2 US ടെറിട്ടറികളിലുമായി ഏകദേശം 2070-ലധികം കരാറുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇതിൽ ടാസ്ക് ഫോഴ്സ് മോഡലിലാണ് ഏറ്റവും കൂടുതൽ ഏജൻസികൾ പങ്കാളികളായിരിക്കുന്നത്. ഏകദേശം 1373 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാദേശിക പോലീസ് ഏജൻസികൾക്ക് ഈ പ്രോഗ്രാം കൊണ്ട് ലഭിക്കുന്ന ഗുണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും കമ്മ്യൂണിറ്റിയുടെ സുരക്ഷ തന്നെയാണ്. അപകടകാരികളായ ക്രിമിനലുകളെ തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് വേഗത്തിൽ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ICEയുടെ ആധുനിക സാങ്കേതിക വിദ്യകളും വിവരശേഖരങ്ങളും പ്രാദേശിക പോലീസിന് ലഭ്യമാകും. ഇതോടൊപ്പം ചില ക്രിമിനൽ കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനുള്ള ചിലവുകൾക്കായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ പ്രത്യേക ഫണ്ടിങ്ങും ഇവർക്ക് ലഭിച്ചിരിക്കും. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയിലും കുടിയേറ്റ നിയന്ത്രണത്തിലും ഏറ്റവും നിർണായകമായ ഒരു പങ്കാണ് 287G പ്രോഗ്രാം വഹിക്കുന്നത്. കേന്ദ്ര ഏജൻസികളും പ്രാദേശിക ഭരണകൂടങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വലിയ തോതിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് അനുകൂലിക്കുന്നവർ പറയുമ്പോൾ ഈ കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുന്നു എന്ന്
വിമർശകരും പറയുന്നു. എന്തുതന്നെയായാലും ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ കർശന നിലപാടുകളോടെ ഈ പദ്ധതി അമേരിക്കയിലുടനീളം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോവുകയാണ്.